നമുക്കൊക്കെ അറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം നാളെ നടക്കാനിരിക്കുകയാണ്. രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലായിരിക്കും വോട്ടെടുപ്പ് നടക്കുക. 604 തദ്ദേശ സ്ഥാപനങ്ങളിലെ 12,391 വാർഡുകളിലായിരിക്കും വിധിയെഴുത്തുണ്ടാവുക. മലപ്പുറത്തിനും വയനാടിനും പുറമെ മറ്റു ജില്ലകളിലും മികച്ച പ്രകടനം ഇത്തവണ ഉണ്ടാകുമെന്നാണ് UDF പ്രതീക്ഷ വയ്ക്കുന്നത്. കഴിഞ്ഞ തവണത്തെ ആധിപത്യം തുടരാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് LDF. സംസ്ഥാനത്ത് UDFിന്റെ കയ്യിലുള്ള ഏക കോർപ്പറേഷനായ കണ്ണൂരും നാളെയാണ് വിധി എഴുതുന്നത്. മുഖ്യമന്ത്രിയും KPCC പ്രസിഡന്റിന്റെയും സ്വന്തം ജില്ല ഇക്കുറി വാശിയേറിയ പോരാട്ടത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. CV അനുമോദ് മലപ്പുറത്ത് നിന്നും ചേരുന്നുണ്ട്. ഒപ്പം KV ബൈജു കാസർഗോഡ് നിന്നും ചേരുന്നുണ്ട്. ആദ്യം നമുക്ക് CV അനുമോദിലേക്ക് പോകാം. അനുമോദ്, മലപ്പുറത്ത് നിശബ്ദ പ്രചാരണമൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു? ഗുഡ് മോർണിംഗ്. ഇന്ന് നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവസാനവട്ടം സ്ഥാനാർത്ഥികൾ ഓരോരുത്തരെയും നേരിൽ കണ്ട് വോട്ട് ഉറപ്പിക്കുന്ന സമയം. ഇപ്പോൾ നമുക്കറിയാം, ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സ്വഭാവം തികച്ചും വ്യത്യസ്തമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറിയിട്ട്. അപ്പോൾ ഓരോ വാർഡിലേക്ക് മത്സരിക്കുന്നവരും ഇന്ന് വീടുകളിലെത്തി വോട്ടർമാരെ കാണാൻ ഒരു വട്ടം കൂടി ശ്രമിക്കുന്ന ദിവസമാണ്. ഒപ്പം തന്നെ പോളിംഗ് സാമഗ്രികൾ വിതരണം നടക്കുന്നുണ്ട്. നമുക്കിന്ന് പാലക്കാടും മലപ്പുറം കോഴിക്കോടും സാധ്യത പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് പാലക്കാട് ജില്ലയിലെ ഒരു മത്സരം നഗരസഭയിലേക്ക് തന്നെയാണ്. നമുക്കറിയാം, അവിടെ BJP 2 തവണ അധികാരത്തിലെത്തിയ ഒരു നഗരസഭയാണ് പാലക്കാട്ടേത്. BJPക്ക് ആ ഭരണം തുടരാനാകുമോ എന്നുള്ള കാര്യമാണ് ഒരു ചോദ്യം. പ്രധാനമായിട്ടും BJPയിലെ അന്തഃഛിദ്രങ്ങൾ തന്നെയാണ് BJPയെ സംബന്ധിച്ച് അവിടെ വെല്ലുവിളി ഉയർത്തുന്നത്. അവിടെ കൃഷ്ണകുമാർ വിഭാഗവും അതുപോലെ തന്നെ മറുവശത്ത് അദ്ദേഹത്തെ എതിർക്കുന്നവരും പരസ്യമായി തന്നെ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം, പ്രസ്താവന നടത്തുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു ഭിന്നത പ്രചരണത്തിൽ ഏതെങ്കിലും തരത്തിൽ തിരിച്ചടിയായിട്ടുണ്ടോ, അത് എങ്ങനെ UDF ഉപയോഗപ്പെടുത്തും, LDF ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് പാലക്കാട് നഗരസഭയിൽ കണ്ടറിയേണ്ട കാര്യം. ഒപ്പം തന്നെ മണ്ണാർക്കാട് നിലവിൽ UDFനാണ്, പക്ഷേ അവിടെ LDFന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്, അതിന് വിഘാതമായി നിൽക്കുന്നത് PK ശശി വിഭാഗക്കാരുടെ മത്സരം തന്നെയാണ്. അവർ LDFനെതിരെ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയും മത്സരം കടുക്കുകയാണ്. UDFന് സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ മലപ്പുറത്ത് നിലവിൽ UDFന് വലിയ മേൽക്കോയ്മയുള്ള ഒരു ജില്ലയാണ്. ജില്ലാ പഞ്ചായത്തിലേക്കാവട്ടെ, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കാകട്ടെ, അതേപോലെ നഗരസഭകളിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലൊക്കെ തന്നെ UDFിൻ്റെ ഒരു മേൽക്കോയ്മ നിലനിൽക്കുന്നുണ്ട്. അവിടെ LDF എവിടെയെല്ലാം നേട്ടം കൊയ്യാം എന്നുള്ള ഒരു കണക്കൂട്ടലാണ് അവരെ സംബന്ധിച്ചിട്ടുള്ളത്. കഴിഞ്ഞ നേടിയ നഗരസഭകളെക്കാട്ടിലും മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെക്കാട്ടിലും നേട്ടം കൈവരിക്കുക എന്നൊരു ഉദ്ദേശമാണ് മലപ്പുറത്ത് LDFനെ സംബന്ധിച്ചുള്ളത്. കടുത്ത മത്സരം നടക്കുന്നുണ്ട്. തിരൂരൊക്കെ നിലവിൽ UDF ആണ്, അവിടെയൊക്കെ കടുത്ത മത്സരമാണ് നടക്കുന്നത്. അതുപോലെ പരപ്പനങ്ങാടി നമ്മൾ കണ്ടതാണ്. നിയാസ് പുളിക്കലും അതിനെപ്പോലത്തെയുള്ള നേതാക്കളൊക്കെ മുൻനിർത്തിയാണ് അവിടെ LDFിൻ്റെ പോരാട്ടം നടക്കുന്നത്. പെരിന്തൽമണ്ണ കാലങ്ങളായിട്ട് LDFിൻ്റെ കൈവശമുള്ള നഗരസഭയാണ്. അവിടെ ഇത്തവണ UDF മാറ്റം കൊണ്ടുവരുന്ന പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. നിലമ്പൂരിലും കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. അങ്ങനെ LDF UDF തമ്മിൽ നേർക്കുനേർ പോരാടുന്ന നഗരസഭകളുണ്ട്. അവിടെ മലപ്പുറത്ത് ഏറ്റവും അധികം ചർച്ചയായതും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ UDFിൻ്റെ ജമായത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള സഹകരണമാണ്. LDF അതിനെ കടന്നാക്രമിച്ചുകൊണ്ടാണ് അവരുടെ പ്രചരണം നടത്തിയിട്ടുള്ളതൊക്കെ തന്നെ. സംസ്ഥാന വ്യാപകമായിട്ട് ഈ ഒരു സഹകരണം LDF പ്രചരണ വിഷയമാക്കുകയും മുഖ്യമന്ത്രിയും മറ്റു നേതാക്കളും ഒക്കെ അത് എല്ലാ വേദികളിലും പരസ്യമായിട്ട് UDFിനെതിരെ ഉപയോഗിക്കുകയും ചെയ്ത ഒരു കാര്യമാണ്. അതിനെ ന്യായീകരിക്കുന്നത് അവർക്കൊപ്പം LDFിനൊപ്പം നിൽക്കുമ്പോൾ വെൽഫെയർ പാർട്ടിയും ജമായത്തെയും വിശുദ്ധരെന്നും UDFിനൊപ്പം നിൽക്കുമ്പോൾ അവർ തൊട്ടുകൂടാത്തവരാണെന്നുമുള്ള പ്രചാരണമാണ് LDF നടത്തുന്നതാണ് UDFിൻ്റെ മറുപടിയായിട്ടുള്ളത്. അതുപോലെ പ്രഖ്യാപിതമായിട്ടുള്ള ഒരു സഖ്യമല്ല, മറിച്ച് താഴെത്തട്ടിലുള്ള സഹകരണം മാത്രമാണ്. അത് പ്രാദേശികമായിട്ടുള്ള നീക്കുപോക്കാണ് എന്നാണ് UDFിൻ്റെ ഭാഗത്തുള്ള വിശദീകരണം. ഇതേ മുൻനിർത്തി തന്നെയാണ് വലിയ തോതിൽ തന്നെ പ്രചരണം നടത്തിയിട്ടുള്ളത്. അതുപോലെ മലപ്പുറത്ത് മറ്റൊരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചർച്ചാ വിഷയമായത് പൊന്മുണ്ടത്ത് ലീഗ് കോൺഗ്രസ് പരസ്പരം ഏറ്റുമുട്ടുന്നതാണ്. ലീഗിനെതിരെ അവിടെ കോൺഗ്രസ് ജനകീയ സഖ്യമുണ്ടാക്കി ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകതയും ഉണ്ട്. അത്തരത്തിൽ ചിലയിടങ്ങളിലൊക്കെ ചെറിയ ഭിന്നതകളുണ്ടെങ്കിൽ പോലും മലപ്പുറത്തിന് UDFിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണത്തേക്കാൾ ഐക്യത്തോടെ മുന്നോട്ട് പോകുന്നു എന്നൊരു ആത്മവിശ്വാസം തന്നെയാണ് അവർ പങ്കുവയ്ക്കുന്നത്. കോഴിക്കോട്ടാവട്ടെ ഇത്തവണയും LDFിന്റെ പ്രതീക്ഷ ഭരണം നിലനിർത്താൻ കഴിയും എന്ന് തന്നെയാണ് വിഷയമായിരിക്കും. അത് UDFിനെ എത്രത്തോളം ബാധിക്കാനുള്ള സാധ്യതയുണ്ട് പാലക്കാട്?
തീർച്ചയായും വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ് പാലക്കാട് UDF-ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു കേസ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപന സമയത്തും പ്രചരണ സമയത്തും വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നു. പാർട്ടിയുടെ വിലക്കുണ്ടായിട്ട് പോലും തനിക്കൊപ്പം തനിക്ക് വേണ്ടി പ്രവർത്തിച്ചവർക്ക് വേണ്ടി താൻ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് തേടുവാനും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിൽ നിന്നിരുന്നു എന്നുള്ളത് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു കാര്യം. പക്ഷേ കേസ് വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്ന് പോലും അറിയാത്ത അവസ്ഥ. അത് തീർച്ചയായിട്ടും സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ UDF ഒരു പ്രചരണായുധമാക്കി ഉപയോഗിക്കുമ്പോൾ പാലക്കാട് തന്നെയാണ് അതിൻ്റെ ഒരു ഏറ്റവും കടുത്ത പ്രതിസന്ധി UDF-ന് നൽകുന്നത്. കോൺഗ്രസ്സുകാരെ പുറമേക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുമ്പോൾ പോലും അവർ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ജനപ്രതിനിധിക്കെതിരെയാണ് ഇത്തരത്തിലുള്ള പീഡന കേസും അതേപോലെ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ അടുത്ത് പരാതി എത്തിയ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഹൈക്കോടതിയുടെ കാരണം കൊണ്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ജാമ്യത്തിന് ലഭിക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നതുകൊണ്ടാണ് അറസ്റ്റിലേക്ക് നീങ്ങാത്തതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് അത് പ്രതിരോധിക്കേണ്ട സാഹചര്യം. അവിടെ BJP-ക്കെതിരെ കടന്നാക്രമണം നടത്തി പ്രചരണം നടത്തുന്ന സമയത്ത് അതിനു പകരം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പ്രതിരോധിക്കേണ്ട സാഹചര്യം അവിടുത്തെ കോൺഗ്രസിന് വന്നു എന്നുള്ളതാണ് അവിടെ ഏറ്റവും ഒരു തലവേദനയായി തീർന്നിരിക്കുന്നത്. അതുതന്നെയാണ് ഈ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അവിടെ UDF-നെ സംബന്ധിച്ച് തിരിച്ചടി ഉണ്ടാക്കുന്ന, തലവേദന ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ മുതലെടുക്കാവുന്ന പ്രതീക്ഷയാണ് അവിടെ LDF-നുള്ളത്. BJP ആവട്ടെ അവരുടെ അന്തഛിദ്രത്തിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിവാദം കൊണ്ട് പരിഹരിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് അവർ വെച്ച് പുലർത്തുന്നത്. ഇതിനാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിവാദം UDF-നെ എങ്ങനെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ നേർദൃഷ്ടാന്തമാകും പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഫലം. അനുമതി, പ്രശ്നബാധിത ബൂത്തുകൾ ഏതെങ്കിലും ഉണ്ടോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നൊരുക്കങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ അവിടങ്ങളിൽ? നിലവിലെ സാഹചര്യത്തിൽ മാവോയിസ്റ്റ് മേഖലയായിരുന്നു മലപ്പുറത്തിൻ്റെ നിലമ്പൂർ മേഖലയിലൊക്കെ. പക്ഷേ കഴിഞ്ഞ പ്രശ്നബാധിത ബൂത്തുകളായിട്ടുണ്ടെങ്കിൽ പോലും അവിടെ കാര്യമായ പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ സാധാരണയിൽ കവിഞ്ഞുള്ള മുന്നൊരുക്കങ്ങൾ ആ മേഖലയിലൊക്കെ തന്നെ നടത്തുന്നുണ്ട്. അത് മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മൾ കണ്ട അതേ രീതിയിൽ തന്നെയാണ് അവിടെയും മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ ഉള്ളത്. ഈ പ്രദേശങ്ങൾ മലപ്പുറവും പാലക്കാടും കോഴിക്കോടും ഒക്കെ തന്നെ കൂടുതൽ സന്നാഹങ്ങളെ വിന്യസിച്ചുകൊണ്ട്, കൂടുതൽ സംവിധാനങ്ങൾ വിന്യസിച്ചുകൊണ്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കണം. ഇന്നിപ്പോൾ രാവിലെ 10 മണി മുതൽ പോളിംഗ് സാമഗ്രികൾ വിതരണം ആരംഭിച്ച് തുടങ്ങും. ശേഷം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ പിന്നീട് ഉള്ളത് കേവലം മണിക്കൂറുകൾ മാത്രമാണ്. എന്താണെങ്കിലും വരും മണിക്കൂറുകൾ നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക്, പോളിംഗ് സാമഗ്രി വിതരണവും പോളിംഗ് സ്റ്റേഷനുകളുടെ ഒരുക്കങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് നമുക്ക് എത്താൻ കഴിയും. എന്നാണെങ്കിലും പോളിംഗ് എന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് ഇനി കേവലം മണിക്കൂറുകൾക്കകലെ മാത്രമായതുകൊണ്ട് തന്നെ നിശബ്ദ പ്രചരണത്തിൻ്റെ മണിക്കൂറുകളാണ് ഇനിയുള്ളത്. ഓരോ വോട്ടർമാരെയും കണ്ട് വോട്ടുറപ്പിക്കാനുള്ള നേട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. ശരി, CV അനുമോദാണ് മലപ്പുറത്ത് നിന്നും പാലക്കാട് നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി KV ബൈജുവിലേക്ക് പോകുമ്പോൾ കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നുമുള്ള വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് നിശബ്ദ പ്രചാരണം പുരോഗമിക്കുന്നത്? കണ്ണൂർ, കാസർഗോഡ് എന്നൊക്കെ പറയുമ്പോൾ LDF-ന് കൂടുതൽ മുൻതൂക്കം ലഭിക്കുന്ന രണ്ടിടങ്ങൾ കൂടിയാണ്. അവിടെ എന്താണ് അവസ്ഥ? തീർച്ചയായും മനസ്സിലായി. ഗുഡ് മോർണിംഗ്. കണ്ണൂരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സംസ്ഥാനത്ത് ഗ്ലാമർ പോരാട്ടം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. അനുസരി സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ണൂരായാലും കാസർഗോഡ്